ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. രാവിലെ തന്നെ പോയി കുറച്ച് കൊഞ്ചിനെയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ കൈ കൊണ്ടൊക്കെ വെട്ടി പൊളിക്കുന്നത്. ഇവിടെ ഇത് മുഴുവൻ കത്രികയിലുള്ള കളികളാണ്. തക്കാളി, പിന്നെ മുളക്, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊക്കെ ഈ കാണുന്നത്ര സാധനങ്ങളൊക്കെ മതി. സഹായിക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ നമ്മളെ ഓടിച്ചു വിട്ട് വേണ്ടെന്ന് പറഞ്ഞു. എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പരിപാടികൾ പതിയെ തുടങ്ങുകയാണ്. എണ്ണ ഒഴിച്ച് അതിനകത്ത് ഉള്ളിയൊക്കെ മുറിച്ചിട്ട് മാറ്റി തുടങ്ങി. നമ്മൾ അടയ്ക്കാൻ നേരം ഇങ്ങനെയൊക്കെ ചുമ്മാ നിന്ന് കൊടുത്താൽ മതി, പാവം ചെയ്തോളും. തക്കാളി അരിഞ്ഞു, അരി വെള്ളത്തിലിട്ടിരിക്കുന്നു. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ അടിച്ച് കുളമാക്കി മറ്റേ എണ്ണയ്ക്കകത്ത് വറുത്തെടുത്തുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം. ഇനി അതിനെ അങ്ങോട്ട് സെറ്റാക്കി കൂടെ നിൽക്കണം കേട്ടോ, ഇല്ലെന്നുണ്ടെങ്കിൽ ഏതാണ്ടും വെച്ച് കടിച്ചു കൂട്ടാം, ചീത്ത വിളിക്കാൻ വരും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങ് പൊക്കിയാൽ മതി, ചെയ്തോളും, എല്ലാം കുഴപ്പമില്ല. ഈ വീഡിയോ വരുമ്പോൾ എനിക്കുള്ള പണി വരും. ചെയ്യുക, ഒന്നും മിണ്ടണ്ട, പെട്ടെന്ന് പരിപാടികളൊക്കെ. അഭിപ്രായം പറയുന്നത് എല്ലാം എന്താണെന്ന് ഞാൻ പറയാമോ. അപ്പോൾ വെള്ളമല്ലല്ലോ, എന്താ പറയുന്നത്, കുറച്ച് മസാലയൊക്കെ ഇട്ട് അങ്ങോട്ട് ചൂടാക്കി അതിനകത്തോട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ച് വെച്ചിരിക്കുന്ന അങ്ങോട്ട് ഇടുക. അതങ്ങോട്ട് വരിയിട്ട് ഇനി അതങ്ങോട്ട് ചെറപറ ഞാൻ അങ്ങോട്ട് ഇളക്കി സെറ്റാക്കും. ഇളക്കൂടെ വാരിയിട്, അതങ്ങോട്ട് വാരിയിട്ടിട്ട് വേണം ഇനി ബാക്കി പരിപാടി. നോക്കിയോ എന്താ അവിടെ ചെയ്യുന്നത്. മുളകും വാരിയിട്ട്, തക്കാളിയും വാരിയിട്ട് ഇനി അതങ്ങോട്ട് ഇളക്കി സെറ്റാക്കണം. സെറ്റപ്പ് പരിപാടിയിൽ പൊടികളുടെ പരിപാടി. ഉപ്പ് നോക്കണേ, കുറച്ച് ഉപ്പ് വാരിയിടുക. ആവശ്യത്തിനുള്ള ഉപ്പാണ്. അരിയെല്ലാം ഊറ്റി സെറ്റപ്പാക്കി അപ്പുറത്ത് വെള്ളം തിളയ്ക്കുന്നുണ്ട്, അവിടെ വെക്കാനുള്ളതാണ്. പക്ഷെ നമ്മളിപ്പോൾ മാറ്റി വെക്കും. അരി തിളപ്പിക്കാനുള്ള അതിനകത്തോട്ട് ബാക്കിയുള്ള മസാല സാധനങ്ങളൊക്കെ, ഗ്രാമ്പൂ, പട്ട, ഏലക്ക, അതിൻ്റെ എല്ലാം കൂടെ ഇട്ട് കത്തിച്ച് എത്ര ഗ്ലാസ് അരിയാണോ അത്രയും ഗ്ലാസ് വെള്ളം ഒഴിച്ച് അവനെ കൂടെ സെറ്റാക്കും. ഇതൊക്കെ വളരെ പെട്ടെന്ന് പരിപാടികൾ നടക്കുന്നതാണ്. അതിനകത്തും കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ചേർക്കുന്നു. കുറച്ച് നാരങ്ങാനീര് ഒഴിക്കുക. അതിനുശേഷം രണ്ട് കൈ കൊണ്ടൊക്കെ ഞെക്കുന്നത്, ഒരു നാരങ്ങ വീഴുള്ള ശേഷിയില്ല. ഇവിടെ പരിപാടി നടക്കുന്നുണ്ട്, ഓരോന്നേരമായിട്ട് വരുന്നുണ്ട്. ഒന്ന് എൻ്റെ കീഴിൽ നിന്നിട്ട് തപ്പിത്തിരിഞ്ഞൊക്കെ നോക്കി ഓടിച്ചു വിട്ട്. കാരണം തിരിച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഇളക്കി എല്ലാം ഒന്ന് സെറ്റാക്കി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് മുളക് പൊടിയും കുരുമുളക് പൊടി, മസാല എല്ലാം കൂടെ അങ്ങോട്ട് ഇടും. അത്രയും കഴിയുമ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും അമ്മച്ചി നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും എന്താ പറയുന്നത്, മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഒരു രക്ഷയില്ല, തകർത്ത് വാരും. കണ്ടോ, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ, ഒരു രക്ഷയില്ല. അത് കഴിഞ്ഞ് തൊട്ട് നേരത്തെ വറുത്ത് വെച്ച ഉള്ളിയുടെ കുറച്ച് ഇവിടെ വാരിയിട്ടു. ഇതിൻ്റെ സെറ്റപ്പ് എന്തോന്ന് എനിക്ക് മനസ്സിലായില്ല. വറുത്തിട്ട് പിന്നെ വാരി ഇടുന്നത് എന്തിനാണെന്ന് അറിയത്തില്ല. എന്തായാലും കുഴപ്പമില്ല, ഇടുന്നുണ്ട്. അപ്പുറത്ത് രണ്ടും കൂടി ഇരുന്നുകൊണ്ട് കീറാന്നെന്തോ കാണിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ സൗണ്ട് ഈ ഇടയ്ക്കിടയ്ക്ക് കേട്ടോണ്ടിരിക്കുന്നത്. അതിനകത്തോട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന കൊഞ്ച് ഇത്ര ഇട്ട് കഴിഞ്ഞപ്പോഴാണ് കൂടുതലാണോ എന്ന് തോന്നിയിട്ട് ബാക്കി മാറ്റുക. അത് കാണിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട്
ഇടയ്ക്ക് നിർത്തി. ഇനി അതെല്ലാം അങ്ങോട്ട് ഇളക്കുക. സാധാരണ ഇത് ഫ്രൈ ചെയ്തിട്ടാണ് ഇടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് മൊത്തം അതിനകത്തിട്ടിട്ട് അതിനെ വെച്ച് വേവിക്കുക. അറൗണ്ട് 1/4 മണിക്കൂർ ഇതിന് വേണ്ടി പോയിട്ടുണ്ട്. അത് പിന്നെ കട്ട് ചെയ്തിട്ടാണ് മാറ്റുന്നത്. ഇത്ര സമയപ്പെടുന്ന അടുത്ത ടീം വന്നു. എന്താണെന്നറിയാം. ഇവർക്ക് വേണ്ടിയിട്ടാണ് ഈ സാധനം മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. അതിൻ്റെ അകത്ത് മോഷണമാണ് മെയിൻ തൊഴിൽ. ഉള്ളി വറുത്ത് വെക്കാൻ പറ്റത്തില്ല, വന്ന് പറക്കി തിന്നുകൊണ്ട് കളയും. ഓടിച്ചു വിട്ടതാണ്. വീഡിയോയ്ക്കകത്ത് സൗണ്ട് വെക്കുന്നില്ല. അരി തിളച്ചു തുടങ്ങി. അതിനകത്തോട്ട് വെള്ളം തിളച്ചു, അരി വാരിയിടുന്നു. ഇതെല്ലാം കൂടെ മൊത്തത്തിൽ നമുക്ക് ഏകദേശം ഒരു 2 മണിക്കൂറത്തെ പരിപാടിയുണ്ട്. വീഡിയോ പല വോയിസായത് കാരണമാണ് നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പലർക്കും ദേഷ്യം തോന്നും. ഇതിൻ്റെ ഇടയ്ക്കുന്നുണ്ട് ആ സാധനം എന്നെ വിളിച്ചുകൊണ്ടൊന്ന് കാണിച്ചത് ശരിയായോ എന്ന് ചോദിച്ചു. പറ്റിയില്ല എന്ന് പറഞ്ഞ കാരണം വീണ്ടും കട്ട് ചെയ്ത് വെച്ചിട്ട് വീണ്ടും അടുത്ത ട്രിപ്പ് വീണ്ടും വേവിച്ചു. ഇപ്പോഴത്തേക്ക് സംഭവം ഓക്കെ ആയിട്ടുണ്ട്. ആ സമയം കൊണ്ട് ചോറ് റെഡിയായി. അത് ഇനിയിപ്പോൾ നമ്മൾ വാരിയിടും. ഈ സമയപ്പെടുത്ത് നമുക്കൊരു വീഡിയോ വന്ന് നമ്മൾ സ്കൂട്ടായി അവിടുന്ന് വീഡിയോ എടുത്തതിന് ശേഷം കുളിയും നനയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് സ്ഥലം വിട്ടു. അപ്പോൾ ഇതിങ്ങനെ വരിയെല്ലാം വെച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബിരിയാണി, പ്രോൺസ് ബിരിയാണി അടിപൊളിയായിട്ട് സംഭവം സക്സസ്. പിള്ളേർ രണ്ടുപേരും ഹാപ്പി, അവളും ഹാപ്പി. കുഴപ്പമില്ല, എല്ലാം മാരിയിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ഇതിൻ്റെ വല്ല ഡീറ്റെയിൽസ് വല്ലതും വേണ്ടവർ എന്നെ വിളിക്കണ്ട, എനിക്കിതിനെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന പോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചിലപ്പോൾ റെഡിയാവും, ചിലപ്പോൾ റെഡിയാവത്തില്ല. അങ്ങനെയല്ലോ സംഭവം. പൊളി. കൂട്ടത്തിൽ ഒരു ചെറിയ സലാഡും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടിയാണ് അവിടെ.